നമസ്കാരം സുഹൃത്തുക്കളെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ലൊരു അടിപൊളി മുളക് കറിയാണ്. നല്ല മുള്ളൻ മുളകിട്ട സൂപ്പർ ടേസ്റ്റ് ഉള്ള നമുക്ക് ചോറിന്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ്. മുളക് കറി എന്ന് പറഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സാധനമാണ്. അപ്പോൾ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു മെത്തേഡാണ് നമ്മൾ എപ്പോഴും ഫോളോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒന്ന് ഉണ്ടാക്കി നോക്കാം. പിന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ നിങ്ങളൊന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം, ഒന്ന് സപ്പോർട്ട് ചെയ്യാം മാക്സിമം. ഞാനപ്പോൾ മുള്ളൻ കറി ഉണ്ടാക്കാനായിട്ട് ഞാനൊരു 1/2 കിലോ മുള്ളനാണ് ക്ലീൻ ചെയ്തെടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ വളരെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമുക്ക് അതിലേക്ക് ആവശ്യമുള്ളത്. അപ്പോൾ അതൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൽ കൂടെ തന്നെ നമ്മൾ ടൊമാറ്റോ ഒന്ന് ജസ്റ്റ് ക്രഷ് ചെയ്തിട്ടുണ്ട്, മിക്സിയിൽ ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പുളി നല്ല വെള്ളത്തിൽ ഒന്ന് അരിയിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നോർമൽ മറ്റുള്ള ഇൻഗ്രീഡിയൻസ് ആണ് നമ്മുടെ അടുത്ത് വേണ്ടത്. കുറച്ച് ചെറിയ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കുറച്ച് കറിവേപ്പില, ഇത്രയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നമ്മുടെ മീൻകറി ഉണ്ടാക്കാനായിട്ട്, മുള്ളൻ കറി ഉണ്ടാക്കാനായിട്ട്, പ്രത്യേകിച്ച് മുളക് കറി ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് മൺകലാണ്. അപ്പൊ ഞാനൊരു മൺകലം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, അത് ചൂടായിട്ടുണ്ട്. അപ്പൊ ഞാൻ അതിലേക്ക് ഒരു 4 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പൊ ചൂടായ എണ്ണയിലേക്ക് ഞാൻ ഒരു 1/2 ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഉലുവ പൊട്ടിയിട്ടുണ്ട്. ഉലുവ പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു 1/2 ഇഞ്ച് നീളമുള്ള ഇഞ്ചി ചോപ്പ് ചെയ്തത്, അതുപോലെ തന്നെ ഒരു 4-5 വെളുത്തുള്ളി ചോപ്പ് ചെയ്തത്, ഇതൊന്ന് ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. 2-3 സെക്കൻഡ് ഒന്ന് ഇങ്ങനെ ഒന്ന് വഴറ്റിയാൽ മതി. അപ്പൊ ഇഞ്ചിയും വെളുത്തുള്ളിയും ജസ്റ്റ് ഒന്ന് ഒരു 3-4 സെക്കൻഡ് ഒന്ന് ഇങ്ങനെ വഴറ്റിയതിന് ശേഷം നമുക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ചെറിയുള്ളി ചേർത്ത് കൊടുക്കുക. ചെറിയുള്ളി ഞാൻ എടുത്തിട്ടുള്ളത് ഒരു 150 ഗ്രാം ചെറിയുള്ളിയാണ് എടുത്തിട്ടുള്ളത്. ഒരു 100-150 ഗ്രാം മതി, അത് ചേർത്ത് കൊടുക്കുക. അപ്പൊ നമ്മുടെ ചെറുള്ളി ചേർത്ത് നല്ലതുപോലെ നമുക്ക് വഴറ്റിയെടുക്കണം. ഇതിനെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴന്നു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് ഞാൻ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള ഒരു 2 പച്ചമുളക് നീളത്തിൽ പൊളിച്ച് ചേർത്ത് കൊടുക്കാം. ഇത് കൂടി ചേർത്ത് നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പൊ നമ്മുടെ ഉള്ളി നല്ലപോലെ ഇങ്ങനെ വഴറ്റിയെടുക്കാം. അതിന്റെ ഇടയിൽ നമുക്ക് ഒരു 2 കറിവേപ്പില ഒന്ന് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഒരു 2 കറിവേപ്പിലും കൂടി ചേർത്തിട്ട് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. നമുക്ക് ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് കിട്ടണം. അപ്പൊ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലപോലെ വഴന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇതിലേക്ക് ഇനി ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത്. ഒരു കളറിന് വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടി ചേർക്കുന്നത്. 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. അപ്പൊ ഈ പൊടികൾ ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇതിന്റെ പച്ചമണം മാറുന്നത് പോലെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം നമുക്ക്. അപ്പൊ നമ്മുടെ പൊടികളൊക്കെ ഒന്ന് നല്ലപോലെ ഡ്രൈ ആയി വരുന്നുണ്ട്. അപ്പൊ ഇത് ഒന്ന് ഡ്രൈ ആവുന്ന സമയത്ത് നമുക്ക് കുറച്ചുകൂടി വെളിച്ചെണ്ണ, ഞാനൊരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പൊ ഇതിന്റെ ഈ പൊടികളൊക്കെ ഒന്നുകൂടി ഒന്ന് വഴന്ന് കിട്ടുമ്പോൾ അതോടുകൂടി ചേർന്ന് വഴരുമ്പോൾ നല്ല ടേസ്റ്റ് ആവും. അപ്പൊ നമ്മുടെ പൊടികളൊക്കെ നല്ലപോലെ ആ വെളിച്ചെണ്ണയും കൂടി ചേർന്നിട്ട് നല്ലപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ആവശ്യത്തിനുള്ള ഒരു പാകത്തിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പൊ ഈ സമയത്ത് നമ്മൾ നേരത്തെ നമ്മൾ മിക്സിയിൽ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള തക്കാളി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പൊ തക്കാളിയൊക്കെ നല്ലതുപോലെ നമുക്ക് വെന്ത് വന്നിട്ടുണ്ട്. അത് നമ്മൾ നല്ലപോലെ ക്രഷ് ചെയ്ത് കാരണം പെട്ടെന്ന് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഈ പുളിവെള്ളത്തോടൊപ്പം തന്നെ നമുക്ക് ഒരു 1/2 ഗ്ലാസ്, അതായത് ഒരു 1/2 കപ്പ് വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതോടൊപ്പം നമുക്കൊരു 1.5 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ ഉപ്പ് കൂടി ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിന്റെ തീ ഒന്ന് കുറച്ച് മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് മാറ്റുക. എന്നിട്ട് നമുക്കൊന്ന് അടച്ചിട്ടിട്ട് ഇതിന് വേവിച്ചെടുക്കണം. ഇപ്പൊ ഒന്ന് ജസ്റ്റ് തിള വന്നിട്ടുണ്ട്. അപ്പൊ നമുക്കൊന്ന് അടച്ചിട്ടിട്ട് ഒരു 3-4 മിനിറ്റ് ഒന്ന് നമുക്ക് അടച്ചിട്ട് വേവിക്കാം. അപ്പൊ കറിയൊക്കെ നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. നല്ലതുപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇനി ഇതിലേക്ക് നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ എപ്പോഴും കറി ഇതുപോലെ മീൻകറി ഉണ്ടാക്കുമ്പോഴും മീൻ ഇതുപോലെ ഒന്ന് കറി നല്ലപോലെ തിളച്ച് വന്നതിന് ശേഷം മാത്രം മീൻ ഇട്ട് കൊടുക്കുക. മീൻ അല്ലെങ്കിൽ ഇതുപോലെയുള്ള ചെറിയ മീനുകളൊക്കെ ആകുമ്പോൾ അല്ലെങ്കിൽ പെട്ടെന്ന് ഉടഞ്ഞു പോകും. അതിങ്ങനെ ഒന്ന് അകത്തി ഇട്ട് കൊടുക്കുക കേട്ടോ, വല്ലാതെ ഇങ്ങനെ കൂട്ടി ഇട്ട് കൊടുക്കരുത്. നമുക്കിങ്ങനെ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പൊ നമ്മുടെ മീനൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിലേക്ക് ഇനിയൊരു 2 കറിവേപ്പിലും കൂടി ചേർത്ത് കൊടുക്കുക. ഈ കറിവേപ്പില ചേർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും കൂടി മൂടിയിട്ടിട്ട് വേവിക്കണം. നമ്മൾ നേരത്തെ നമ്മൾ ഈ മീൻ ഇടുന്നതിന് മുമ്പ് ഒരു 5 മിനിറ്റ് 4-5 മിനിറ്റോളം നമ്മൾ നല്ലപോലെ വേവിച്ചെടുത്താണ് കറി.
അതിനുശേഷമാണ് നമ്മൾ മീൻ ഇടേണ്ടത്. അല്ലെങ്കിൽ മീൻ ഉടഞ്ഞു പോകും. ഈ ചെറിയ മീനൊക്കെ ആകുമ്പോൾ വേഗം ഉടഞ്ഞു പോകും. ഈ കറിവേപ്പിലയും കൂടി നമ്മൾ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3-4 മിനിറ്റ് കൂടി നമുക്കൊന്ന് നല്ലപോലെ തിളപ്പിച്ചെടുക്കണം. അപ്പോൾ കറി നമുക്കൊരു 4-5 മിനിറ്റോളം നമുക്ക് നല്ലപോലെ തിളച്ചു വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ ഇനി നമുക്ക് ഇത് വല്ലാതെ ഇളക്കി കൊടുക്കരുത്. ജസ്റ്റ് ചെറുതായിട്ട് കയ്യിലുകൊണ്ടോ അല്ലെങ്കിൽ ഇതുപോലുള്ള സാധനങ്ങളുകൊണ്ടോ എന്തെങ്കിലും ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അതല്ലെങ്കിൽ കലത്തിന്റെ 2 സൈഡിൽ പിടിച്ചിട്ട് ഒന്ന് തെറ്റിച്ചു കൊടുത്താൽ മതി. ഇപ്പോൾ ഓൾറെഡി കറി നല്ല ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത്രയും മതി. ഇത്രയും കട്ടി വല്ലാതെ ലൂസായി കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതിപ്പോൾ ഒരു മീഡിയം ലെവലായിട്ടുണ്ട്. ഈ ലെവലായി കഴിഞ്ഞാൽ നമുക്ക് കറി നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. നമുക്ക് അതിൽ ഈ കലത്തിൽ തന്നെ വെച്ചാൽ മതി. കുറച്ച് നേരം ഇരുന്ന് കഴിഞ്ഞാലാണ് കറിക്ക് ടേസ്റ്റ്. കലത്തിൽ തന്നെ ഇരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമുക്ക് ബൗളിലേക്ക് മാറ്റാം. എന്തായാലും ഞാനിതിപ്പോൾ കറി ഈ കലത്തിൽ തന്നെ വെക്കുകയാണ്. അതിന് ശേഷം കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മളിത് ഉപയോഗിക്കാൻ എടുക്കുക. അപ്പൊ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. മുളക് കറി നല്ല സൂപ്പർ ടേസ്റ്റ് ആണ്. ഞാൻ കഴിച്ചു നോക്കി, സൂപ്പർ ടേസ്റ്റ് ആണ്. പിന്നെ നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഞാൻ നേരത്തെ 1.5 ടീസ്പൂൺ ഉപ്പാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. എനിക്കത് ഓക്കെ ആയിരുന്നു. നിങ്ങൾ എപ്പോഴും പുളി ഇടുന്ന കറിയിൽ നിങ്ങൾ ലാസ്റ്റ് ഉപ്പ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യണം. അതല്ല നമ്മൾ 1.5 ടീസ്പൂൺ ഇട്ട് കഴിഞ്ഞാൽ എന്തായാലും കൂടുതലാവില്ല. അപ്പൊ കൂടുതൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആഡ് ചെയ്യണം. ഓക്കെ, ഇതിപ്പോ കറക്റ്റ് ആണ്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള കറിയാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കാം. മുളക് കറി നല്ല ചോറ് തിന്നാൻ സൂപ്പറാണ്. അപ്പൊ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യാം. ഓക്കെ, അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ താങ്ക് യു.